നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം. ക്യാൻസർ സ്ക്രീനിംഗ് ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്ക്രീനിംഗിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ആരോഗ്യവകുപ്പ് ക്യാൻസറിനെതിരെ വലിയൊരു ക്യാമ്പയിനാണ് നടത്തിവരുന്നത്. ക്യാൻസർ തുടക്കത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതിനാൽ നേരത്തെ സ്ക്രീനിംഗ് നടത്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ജപ്പാൻ പോലെയുള്ള വികസിത രാജ്യങ്ങൾ 40 വയസ്സിന് മുകളിലുള്ളവരെ സ്ക്രീൻ ചെയ്യുമ്പോൾ കേരളം 30 വയസ്സ് മുതൽ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഈ രോഗത്തിന് മുമ്പിൽ സമ്പന്നനോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. അതിനാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് മുൻകൈ എടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ആരോഗ്യവകുപ്പിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. നിയമസഭാ വനിതാ MLA-മാർക്കും വനിതാ ജീവനക്കാർക്കുമുള്ള ക്യാൻസർ സ്ക്രീനിംഗ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ആളുകൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ജനപ്രതിനിധികളുടെ സ്ക്രീനിംഗ് സഹായിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. പലരും അവസാന സ്റ്റേജുകളിലാണ് പരിശോധനയ്ക്ക് എത്തുന്നത്. അതിനാൽ ചികിത്സയും സങ്കീർണമാകുന്നു, വലിയ സാമ്പത്തിക ഭാരവുമാകും. ആദ്യം തന്നെ ക്യാൻസർ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസവും ബോധ്യവും വളർത്തിയെടുക്കുന്ന ബിഹേവിയറൽ ചേഞ്ച് ആണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. നിയമസഭയിൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് അനുമതി നൽകിയ സ്പീക്കറോടും നിയമസഭാ സെക്രട്ടേറിയറ്റിനോടും മന്ത്രി നന്ദി അറിയിച്ചു. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് കൈമാറുമെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞു. ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതേസമയം പടക്കം പൊട്ടിച്ചതിന്റെ ശബ്ദം കേട്ടാണ് ആന വിരണ്ടതെന്ന വാദം ക്ഷേത്രം ഭാരവാഹികൾ തള്ളി. ആനകൾക്ക് സമീപമല്ല, ഏറെ മാറിയാണ് പടക്കം പൊട്ടിച്ചത്. അതും ശക്തി കുറഞ്ഞ ഓലപ്പടക്കമായിരുന്നു. ക്ഷേത്രമുറ്റത്ത് പടക്കം പൊട്ടിച്ചില്ല. 3/4 ഏക്കറോളം വരുന്ന ക്ഷേത്രക്കുളവും കഴിഞ്ഞുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് പൊട്ടിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഗോകുൽ എന്ന ആനയെ കുത്തിയ പീതാംബരൻ എന്ന ആനയ്ക്ക് ആക്രമണ സ്വഭാവം ഉണ്ടായിരുന്നതായി ഇപ്പോൾ കേൾക്കുന്നുവെന്നും ഭാരവാഹികൾ പറയുന്നു. ഹൈക്കോടതി നിർദ്ദേശം പാലിച്ചാണ് ആന എഴുന്നള്ളിക്കാനുള്ള അനുമതി തേടിയത്. 4 ആനയ്ക്കുള്ള അനുമതിയുണ്ട്. 6 ആനകൾ വരെ എഴുന്നള്ളിക്കാറുള്ളിടത്ത് 2 ആനകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. കാട്ടാക്കട കുറ്റിച്ചൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുറ്റിച്ചൽ എരുമകുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെയാണ് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ക്ലാസ്സിൽ അസൈൻമെന്റ് സീൽ ചെയ്യുന്നതിന് വേണ്ടി ഓഫീസിൽ പോയി സീൽ എടുത്തുകൊണ്ടുവരാൻ ടീച്ചർ ബെൻസനോട് പറയുകയും വിദ്യാർത്ഥി ഓഫീസിൽ പോയി ക്ലർക്കിനോട് സീൽ ചോദിക്കുകയും ക്ലർക്ക് സനൽ സീൽ തരാൻ പറ്റില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കം രൂക്ഷമായതിനെ തുടർന്ന് അധ്യാപകർ വിഷയത്തിൽ ഇടപെട്ടു. തുടർന്ന് രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് അധ്യാപകർ പറയുകയും വീട്ടിൽ വിഷയം അറിയിക്കുകയും ചെയ്തു. വൈകുന്നേരം 5 മണിക്ക് ശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ വിദ്യാർത്ഥി സഹപാഠികളെ വീട്ടിൽ വിളിച്ചു വരുത്തി. തുടർന്ന് 12 മണിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. 3 മണിയായിട്ടും വിദ്യാർത്ഥിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് നടന്ന അന്വേഷണത്തിൽ രാവിലെ 5 മണിക്ക് സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരായ മൊഴി മാറ്റി നിർണായക സാക്ഷികൾ. പ്രതിയെ പേടിച്ചാണ് സാക്ഷികൾ മൊഴി മാറ്റിയതെന്ന് അന്വേഷണ സംഘം. കൊലപാതകത്തിന് ശേഷം ചെന്താമര കൊടുവാളുമായി നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ വീട്ടമ്മ താൻ ഒന്നും കണ്ടില്ലെന്ന് മൊഴി മാറ്റി. ചെന്താമര സുധാകരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ആദ്യം പറഞ്ഞ നാട്ടുകാരനും മൊഴിയിൽ നിന്നും പിൻവാങ്ങി. കൊലപാതകം നടന്ന ദിവസം ചെന്താമര വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് ആദ്യം പറഞ്ഞ 2 പേരും കൂറുമാറി. അതേസമയം കൊല്ലാൻ തീരുമാനിച്ചിരുന്നതായി ചെന്താമര മൊഴി നൽകിയ അയൽവാസിയായ പുഷ്പ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. സുധാകരനെയും മാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം ആയുധവുമായി നിൽക്കുന്നത് കണ്ടെന്ന മൊഴിയിലാണ് പുഷ്പ ഉറച്ചു നിൽക്കുന്നത്. ആലപ്പുഴയിൽ 16-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സഹപാഠിയായ 18-കാരൻ അറസ്റ്റിൽ. ആലപ്പുഴ സൗത്ത് പോലീസാണ് പോക്സോ കേസിൽ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത്.
അസൈൻമെന്റ് എഴുതാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് 16-കാരിയെ വീട്ടിൽ കൊണ്ടുപോയി പ്രതി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. 4 മാസങ്ങൾക്ക് മുൻപ് സ്കൂളിൽ തോക്ക് കൊണ്ടുവന്ന് സഹപാഠിക്ക് നേരെ ചൂണ്ടിയതിന് അച്ചടക്ക നടപടിക്ക് വിധേയനായ വിദ്യാർത്ഥി കൂടിയാണ് കേസിലെ പ്രതി. 18 വയസ്സ് പൂർത്തിയാകാത്തതിനാൽ അന്ന് കേസെടുത്തിരുന്നില്ല. വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ശേഷം വീണ്ടും പുനഃപ്രവേശനം ലഭിക്കുകയായിരുന്നു. കണ്ണൂർ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ 3 വിദ്യാർത്ഥികൾക്ക് നേരെ കേസ്. ഷാൻ മുഹമ്മദ്, അഖിൽ ചാക്കോ, ഷാരോൺ എന്നിവർക്കെതിരെയാണ് കരിക്കോട്ടക്കരി പോലീസ് കേസെടുത്തത്. കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് കേസെടുത്തത്. 18 പേരുടെ നഗ്ന ചിത്രങ്ങളാണ് മുഖം മോർഫ് ചെയ്ത് വ്യാജമായി ഉണ്ടാക്കിയത്. ഇവരുടെ മൊബൈലിൽ നിന്ന് വിദ്യാർത്ഥിനികളുടെയും അധ്യാപികമാരുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചത് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നെന്ന് പോലീസ്. മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാർത്ഥി പണം കൊടുക്കാൻ തയ്യാറായില്ല. പണം കൊടുക്കാതെ വന്നതോടെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെയാണ് പകർത്തിയത്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. നിലവിൽ കേസിൽ 5 പ്രതികൾ മാത്രമാണെന്നാണ് പോലീസ് നിഗമനം. വിശദമായ പരിശോധനയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതിൽ വ്യക്തത വരും. ഇപ്പോഴത്തെ പരാതി പ്രകാരം ഇരയാക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി 14-നാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ വാലന്റൈൻ ദിനം അല്ലെങ്കിൽ സെന്റ് വാലന്റൈൻ ദിനം ആഘോഷിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനം ആണ് വാലന്റൈൻ ദിനം. ലോകമെമ്പാടുമുള്ള ആൾക്കാർ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുന്നു, ഇഷ്ടം അറിയിക്കുന്നു. ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കാത്തോലിക്ക സഭയുടെ ബിഷപ്പ്. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേയുള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തല വെട്ടാൻ ആജ്ഞ നൽകി. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതി ഒരു കുറിപ്പ് വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14-ന് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ഫെബ്രുവരി 7 മുതൽ 14 വരെയുള്ള ഓരോ ദിനത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ബിഗ് ഡേ ആയ ഫെബ്രുവരി 14-ന് മുൻപ് റോസ് ഡേ, പ്രൊപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, പ്രോമിസ് ഡേ, കിസ് ഡേ, ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷ ദിനങ്ങളുടെ ക്രമം. ഫെബ്രുവരി 7-നാണ് റോസ് ഡേ, ഫെബ്രുവരി 8-നാണ് പ്രൊപ്പോസ് ഡേ, ഫെബ്രുവരി 9-നാണ് ചോക്ലേറ്റ് ഡേ. ഫെബ്രുവരി 10-ന് ആഘോഷിക്കുന്ന ടെഡി ഡേയിൽ സ്ത്രീകൾ അവരുടെ ഇഷ്ട ടോയ്സിനോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഫെബ്രുവരി 11-നാണ് പ്രോമിസ് ഡേ ആഘോഷിക്കാറുള്ളത്. ഫെബ്രുവരി 12-ആണ് പ്രണയിനികൾ കാത്തിരിക്കുന്ന കിസ് ഡേ. നിങ്ങളുടെ സ്നേഹം പ്രതിഫലിക്കുന്ന തരത്തിൽ പങ്കാളിയെ കെട്ടിപ്പിടിക്കാനുള്ള ദിനമാണ് ഫെബ്രുവരി 13. ബിഗ് ഡേ ആയി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം. ഇന്ന് പുൽവാമ ദിനം. മാതൃരാജ്യത്തിനായി സ്വജീവൻ ബലിയർപ്പിച്ച വീരജവാന്മാരുടെ ത്യാഗത്തിന്റെ 5ാം വാർഷികമാണിന്ന്. 2019 ഫെബ്രുവരി 14-നാണ് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾക്ക് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ചാവേർ ആക്രമണം നടത്തുന്നത്. 40 ജവാന്മാരാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. ഓരോ ഭാരതീയന്റെ നെഞ്ചിലും ആ മുറിവിന്റെ വേദന എരിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറിന ഇന്ത്യയിൽ ആദ്യമായി എന്നല്ല, സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യമായാണ് ഒരു പോർട്ടിലേക്ക് അടുക്കുന്നത്. അത് നമ്മുടെ ട്രിവാൻഡ്രം പോർട്ട് വിഴിഞ്ഞത്ത് ആണെന്നത് നമ്മൾ മലയാളികൾ ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വിഴിഞ്ഞത്തിൽ സംശയം ഉന്നയിച്ച എല്ലാവർക്കും ഓരോ ദിനവും നല്ല മറുപടി പല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയാണ് MSCയുടെ ജഡേ സർവീസിൽ ഉൾപ്പെട്ടതും ലോകത്തിലെ തന്നെ വമ്പൻ കപ്പലുകൾ ഇവിടേക്ക് എത്തുന്നതും. നിലവിൽ MSC വെബ്സൈറ്റ് അനുസരിച്ച് മെയ് മാസം 24-ന് ആവും കപ്പൽ നമ്മുടെ തുറമുഖത്തേക്ക് എത്തുക.
ഇന്ത്യ US ഉഭയകക്ഷി ബന്ധത്തെപ്പറ്റി US പര്യടനത്തിൽ പുതിയ സൂത്രവാക്യം അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മാഗ പ്ലസ് മിഗ = മെഗ എന്ന സൂത്രവാക്യവുമായി മോദി രംഗത്തെത്തിയത്. ട്രംപിന്റെയും മോദിയുടെയും പ്രചാരണ മുദ്രാവാക്യങ്ങൾ ചേർത്താണ് ഉഭയകക്ഷി ബന്ധത്തിന് പുതുമ ചാർത്തിയത്. ട്രംപിന്റെ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് അമേരിക്കയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഇന്ത്യയിലെ ജനങ്ങളും പൈതൃകത്തിലും വികസനത്തിലും ശ്രദ്ധിക്കുന്നു. അമേരിക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് മിഗ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കുക എന്നാണ്. US-ഉം ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ മാഗയും മിഗയും സമൃദ്ധിക്കായുള്ള മെഗാ പങ്കാളിത്തമായി മാറും, മോദി പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയും US-ഉം തമ്മിൽ $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായി മോദിയും ട്രംപും പ്രഖ്യാപിച്ചു. വികസനം, ഉൽപാദനം, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി രണ്ട് രാജ്യങ്ങളും മുന്നോട്ടു പോകുന്നുണ്ടെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ US-ഉമായി എണ്ണ വാതക വ്യാപാരം ശക്തമാക്കും. ആണവോർജ്ജ മേഖലയിലും സഹകരണം വിപുലമാക്കാനാണ് തീരുമാനം. ഓസ്ട്രേലിയൻ പര്യടനത്തിന് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾക്കും സപ്പോർട്ട് സ്റ്റാഫിനും ഏർപ്പെടുത്തിയ കർശന പെരുമാറ്റച്ചട്ടങ്ങൾ അടുത്ത ആഴ്ച തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നടപ്പാക്കാനൊരുങ്ങി BCCI. കളിക്കാരുടെ കുടുംബത്തെ കൂടെ കൂട്ടാനാവില്ലെന്ന നിബന്ധനയ്ക്ക് പുറമെ കോച്ച് ഗൗതം ഗംഭീറിനും നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടാകില്ലെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ചാമ്പ്യൻസ് ട്രോഫിക്കായി ദുബായിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിനൊപ്പമുള്ള ഗൗതം ഗംഭീറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ടീം താമസിക്കുന്ന ഹോട്ടലിൽ താമസ സൗകര്യം നൽകാനാവില്ലെന്ന് BCCI വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.